ഇന്ന് അത്തായ കാരണം നേരത്തോടെ എനിക്ക് കുളിച്ച് വിളക്കൊക്കെ വെച്ചിട്ടാ ഇന്നത്തെ ദിവസം തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഞാൻ പൂക്കളിടാൻ പോയപ്പോൾ കുഞ്ഞനും തുമ്പിയും പറഞ്ഞു ഞങ്ങൾ പൂക്കളിട്ടോളാന്ന്. അങ്ങനെ ദേ ഇവിടത്തേക്ക് പൂവൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പൂക്കളിട്ടതാട്ടാ. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോളൂട്ടാ. അത് കഴിഞ്ഞ് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, അയ്യപ്പങ്കാവ് അമ്പലത്തിൽ ഇന്ന് ഗണപതി ഹോമം ആനയൂട്ടൊക്കെയാണ്, അപ്പോൾ വേഗം വന്നാലേ അതൊക്കെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കുറച്ച് നേരം വൈകി. ഇന്ന് ഗണപതി ഹോമം കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ആനയൂട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ആന വന്നിട്ടില്ല. അപ്പോൾ വേഗം തന്നെ വരാൻ പറഞ്ഞിട്ട് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ഒരുങ്ങിയൊക്കെ നിൽക്കണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ. അങ്ങനെ ദേ ഞങ്ങൾ ചെന്ന് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തൊഴുതൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ ആനയ്ക്ക് വേണ്ടിയിട്ട്. ആന വന്നിട്ടില്ല ഞങ്ങൾ ചെന്നപ്പോഴും. അങ്ങനെ ദേ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴേക്കും ആന വന്നു കേട്ടോ. ദേ കുളിച്ച് നല്ല കുറിയൊക്കെ തൊട്ട് വന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആനേനെ കാണാനായിട്ട്. ആന വന്നതിന് ശേഷം കേട്ടോ പൂജയൊക്കെ നടത്തിയത്. പൂജയൊക്കെ നടത്തിയതിന് ശേഷമാണ് ഈ ആനയൂട്ട് നടത്തുള്ളൂ. അപ്പോഴത്തേക്ക് ആന സൗണ്ടൊക്കെ ഉണ്ടാക്കി തുടങ്ങി. അപ്പോൾ പാപ്പന്മാർ പട്ടയും ഒക്കെ ഇട്ട് കൊടുത്തുട്ടാ കഴിക്കാനായിട്ട്. ആനയ്ക്കൊരു ക്ഷമയില്ല, വേഗം തന്നെ കിട്ടണം എന്നാണ്. അപ്പോഴേക്കും ദേ നന്ദു ട്യൂഷന് പോയിക്കായിരുന്നു. നന്ദും സുചിത്രയും അമ്മുഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ദേ കുറിയൊക്കെ വരച്ച് കൊടുത്തിട്ടൊക്കെയാണേ. അപ്പോൾ കുറിയൊക്കെ വരച്ച് കൊടുക്കുമ്പോൾ ദേ കണ്ടില്ലേ മുട്ടൊക്കെ മടക്കി ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ പൂജാരിക്ക്. അത് കഴിഞ്ഞിട്ട് ദേ പൂജാരിയാണ് ആദ്യം ആനയൂട്ട് നടത്തുക. അങ്ങനെ ദേ ഉരുളകൾ ഇങ്ങനെ വയൽ വയ്ക്കുമ്പോൾ ഇങ്ങനെ മുട്ടൊക്കെ മടക്കി ഇങ്ങനെ മേടിക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും പോയിട്ട് ആനയൂട്ട് നടത്താൻ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ പോയി ആനയ്ക്ക് വായലൊക്കെ വെച്ച് കൊടുത്തു. എൻ്റെ പിന്നാലെ തുമ്പി വന്നാട്ടാ. തുമ്പിക്ക് പേടിയായിട്ട് തുമ്പി അവിടെ തന്നെ നിന്നു. തുമ്പി അങ്ങോട്ടൊന്നും വന്നില്ല. അങ്ങനെ ദേ എല്ലാവരും ആനയൂട്ട് നടത്തി. അമ്മൂനും ആഗ്രഹം ഉണ്ടായിരുന്നു, അപ്പോൾ അമ്മൂ നടത്തിയിട്ടാ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്കൊരാഗ്രഹം ആനയ്ക്ക് കൊടുക്കണമെന്ന്. അപ്പോൾ വാട്ടർ മെലനൊക്കെ എടുത്തിട്ട് അമ്മ കൊടുത്തുട്ടാ. അപ്പോൾ ഏറ്റവും ഇഷ്ടമായത് വാട്ടർ മെലനും ചോറാണ് കേട്ടോ. അത് മാത്രമേ ആന കഴിച്ചുള്ളൂ. അങ്ങനെ ദേ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ കഞ്ഞി കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ കഞ്ഞി കുടിക്കാനായിട്ട് പോയിട്ടാ. അപ്പോൾ വേഗം തന്നെ പാത്രമൊക്കെ എടുത്തിട്ട് ക്യൂ ഒന്നും നിൽക്കേണ്ട വന്നില്ല കേട്ടോ. വേഗം പാത്രം എടുത്തിട്ട് കഞ്ഞി മേടിച്ചു കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ കഞ്ഞിക്ക്. അപ്പോൾ കഞ്ഞി, പിന്നെ നാളികേരം ചമ്മന്തി, പിന്നെ മാങ്ങച്ചാറ്, പിന്നെ കടലക്കറി. അപ്പോൾ തുമ്പിക്ക് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു, കഞ്ഞി മാത്രം മതി, കറിയൊന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ദേ അവൾക്കും മേടിച്ച് കൊടുത്തിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ വെയിലുണ്ടായിരുന്നു കേട്ടോ, നല്ല വെയിലായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാ അമ്പലത്തിൽ നിന്ന് പോകുന്നത്. അപ്പം ഞങ്ങൾ പോരുമ്പോഴും കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ആൾക്കാർ. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്നതിന് ശേഷമായിരുന്നു നല്ല തിരക്ക്. പിന്നെ ദേ അമ്പലത്തിൽ പൂക്കളൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് തുമ്പിക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തിട്ട് ഞങ്ങൾ ദേ അങ്ങനെ പോകുന്നു കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു വീട്ടിൽ കയറിയിട്ട് പോവാന്ന്. അങ്ങനെ ദേ അമ്മയുടെ വീട്ടിലൊക്കെ കയറി അമ്മാമ്മോടൊക്കെ വർത്താനം പറഞ്ഞു കേട്ടോ. അപ്പോൾ വല്യമ്മ ഉണ്ടായിരുന്നു. വല്യമ്മോടൊക്കെ വർത്താനം പറഞ്ഞ് നന്ദുവിനെ അവിടെ നിർത്തിയിട്ടാണ്. നന്ദുവിന് ഉച്ച കഴിഞ്ഞിട്ടും ട്യൂഷനുണ്ട്. അങ്ങനെ ദേ ഞങ്ങൾ പോന്നു കേട്ടോ. അപ്പോൾ സുചിത്രയുടെ വീട്ടിലേക്ക് കയറിയിട്ടാ പോകുന്നത്. അവിടെ ദേ അമ്മു നല്ല പൂക്കളൊക്കെ ഇട്ടുണ്ടായിരുന്നു. സുചിത്ര നല്ല തിരക്കിലായിരുന്നു കേട്ടോ. അടുക്കളയിൽ നല്ല പണിയിലായിരുന്നു. അങ്ങനെ ദേ കുറച്ച് നേരം അവിടെയൊക്കെ വർത്താനം പറഞ്ഞ് നിന്നിട്ട് പോന്നു കേട്ടോ. അപ്പു ഉണ്ടായിരുന്നില്ല, അപ്പു ട്യൂഷന് പോയിക്കായിരുന്നു. അങ്ങനെ ദേ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പം അത്രയ്ക്കുള്ളൂ. ഓക്കെ, ബായ്.